എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലീസ് ചെയ്യുന്ന വീഡിയോ പാലക്കാട് ജില്ലയിലെ LPST 709/2023 റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തയ്യാറാക്കിയ റൊട്ടേഷൻ ചാർട്ടാണ്. ഈ റൊട്ടേഷൻ ചാർട്ടിൽ നമ്മൾ DA റിസർവേഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ അവസാനത്തെ നില പരിശോധിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 283 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ 133 പേരും, റിസർവേഷൻ കാറ്റഗറിയിൽ 133 പേരും, 6 പേർ NJD കാറ്റഗറിയിലും DA കാറ്റഗറിയിൽ നിന്ന് 13 പേരും അടക്കം മൊത്തത്തിൽ 283 പേരാണ് ഇതിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് പാലക്കാടിന്റെ റൊട്ടേഷൻ ചാർട്ടിലേക്ക് വരാം. റൊട്ടേഷൻ ചാർട്ടിൽ ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് റൊട്ടേഷൻ ചാർട്ട് പ്രകാരമുള്ള റാങ്കാണ്. അതുപോലെ രണ്ടാമത്തെ കോളത്തിൽ ഏത് റൊട്ടേഷൻ പ്രകാരമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ആദ്യത്തെ റൊട്ടേഷൻ വന്നിരിക്കുന്നത് 56 മുസ്ലിമാണ്, കാരണം 55-ലാണ് കഴിഞ്ഞ റൊട്ടേഷൻസ് കംപ്ലീറ്റ് ആയത്. അതുപോലെ മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ നിന്നാണോ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണോ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്തത് റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള നിങ്ങളുടെ റാങ്കാണ്. പിന്നെ അടുത്തത് കാസ്റ്റ്, അതേമാതിരി ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, ഇങ്ങനെ സീരിയൽ നമ്പർ എന്നിങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TPO, NCA എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വരുന്ന TPO, NCAകൾ ഇതിനെ ചെറിയ രീതിയിൽ ബാധിക്കും. ഉദാഹരണത്തിന് വരുന്ന ഫസ്റ്റത്തെ TPO ഇത് TPO ആയി വരും, ഇത് മാറും. അപ്പോൾ ഈ മുസ്ലിം എന്നുള്ളത് TPO ആയി മാറി പെൻഡിംഗ് ഉള്ള TPO ഇവിടെ വരും, വീണ്ടും ഒരു OC, വീണ്ടും ഒരു TPO, അപ്പോൾ ഇവിടെ ഉള്ളത് വീണ്ടും TPO ആയി മാറും. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ ഈ ലിസ്റ്റിൽ സംഭവിക്കും. അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ സപ്ലി പ്രത്യേക കളർ കോഡഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ DA കാറ്റഗറി, DAയിൽ വരുന്ന റിസർവേഷൻ അത് യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്. ഈ റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ അവസാനത്തെ റാങ്ക് 349 പോയി കഴിയുമ്പോൾ ഈ ലിസ്റ്റ് എക്സ്പയർ ആവും. അതുകൊണ്ട് മാക്സിമം പോകാവുന്ന ഒഴിവുകൾ 439 ഒഴിവുകൾ വരുമ്പോൾ നമ്മുടെ ലിസ്റ്റ് ഓപ്പൺ, മെയിൻ ലിസ്റ്റിൽ നിന്ന് എല്ലാവരും തന്നെ പോകുന്നതാണ്.
അങ്ങനെ നമ്മുടെ ലിസ്റ്റ് എക്സ്പയർ ആയി പോകും.